Hi friends, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഒരു ഹൈദരാബാദി പുഡിംഗ് ആണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫിലിപ്പീനോ ബനാന എടുത്തിട്ടുണ്ട്. കിവി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാതളം കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ആൽമണ്ട്സും കാഷ്യൂസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനതൊരു 1/4 കപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ പക്കിൻ്റെതാണ് ഇരിക്കുന്നത്. അത് ഞാനൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് വിപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ വിപ്പ് ചെയ്യാതെയാണ് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായി ഞാനൊരു സ്പഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ ബാർ എടുത്താൽ മതി. അത് ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയുടെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്കിന് നമുക്ക് ഷുഗർ സിറപ്പ് യൂസ് ചെയ്തൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട് മിക്സ്ചർ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കാം. ആ കേക്കിന് ചുറ്റും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്കിന് മുകളിൽ ഐസ്ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഐസ്ക്രീം ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഐസ്ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അതായാലും മതി. അതൊന്ന് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറാണ്. ഇനി നമുക്ക് ഈ ഐസ്ക്രീമിൻ്റെ മുകളിൽ കുറച്ച് ഹണി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചെറീസ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.